ഇന്ത്യ സഖ്യ യോഗത്തിൽ 23 പാർട്ടികൾ പങ്കെടുക്കുമെന്ന് അറിയിച്ചതായി കോൺഗ്രസ്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് യോഗം നടക്കുമെന്ന് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അറിയിച്ചു. ഇന്ത്യ സഖ്യം എന്നും ഐക്യത്തോടെ നിലകൊള്ളുമെന്നും ജയറാം രമേശ് പറഞ്ഞു. അർജുൻ പീതാംബരൻ വീണ്ടും ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അർജുൻ, ഗുഡ് ഈവനിങ് അഗൈൻ. ഈ ഇന്ത്യ സഖ്യത്തിന്റെ നിലനിൽപ്പ്, അതിലിനി എത്ര പാർട്ടികൾ ഉണ്ടാകും? പരസ്പര വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടോ? അതിലുണ്ടായിരുന്ന ചില പാർട്ടികളിൽ തന്നെ അഴിച്ചുപണികൾ നടക്കുന്നു, ഭിന്നതകൾ ഉണ്ടാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സഖ്യത്തിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, നല്ല ആരോഗ്യമുണ്ട് എന്ന് ജയറാം രമേശ് പറയുകയാണല്ലോ. കൃഷ്ണ, നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന യോഗത്തിൽ 23 പാർട്ടികൾ പങ്കെടുക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് തന്നെ ഔദ്യോഗികമായി അറിയിക്കുന്നത്. പക്ഷേ അപ്പോഴും 4 പാർട്ടികൾ പ്രധാനമായിട്ടും പങ്കെടുക്കുന്നില്ല. ഒന്ന് DMK തന്നെയാണ്. നേരത്തെ അവർ അവരുടെ നിലപാട് വ്യക്തമാക്കിയാണ് തമിഴ്നാട്ടിലെ സഖ്യമാറ്റത്തിൽ. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട 2 പാർട്ടികൾ, ഒന്ന് NCP ശരത് പവാർ പക്ഷം, അതുപോലെ തന്നെ ശിവസേന ഉദ്ധവ് പക്ഷവും. ഈ 2 പാർട്ടികളും പങ്കെടുക്കുന്നില്ല. അതിന് വലിയ കാരണം കൃത്യമായി ഈ പാർട്ടികളും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഈ അസൗകര്യമുണ്ട് എന്നുള്ള കാര്യം ഇരുവരും കോൺഗ്രസിനെ അറിയിച്ചു എന്നുള്ള കാര്യം, ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കും എതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒന്നിച്ചു നിൽക്കാമെന്നുള്ള ഒരു വാക്ക് കോൺഗ്രസിന് വീണ്ടും നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇന്നിപ്പോഴെന്തായാലും ജയറാം രമേശ് വ്യക്തമാക്കിയിരിക്കുന്നത്. JM എന്ന് പറയുന്ന ജാർഖണ്ഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി, അവർ കോൺഗ്രസുമായി രാജ്യസഭാ സീറ്റിൽ ഉണ്ടായിരിക്കുന്ന തർക്കം, അതായത് ജാർഖണ്ഡിലെ രാജ്യസഭാ സീറ്റിൽ കോൺഗ്രസ് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ നിർത്തിയുള്ള ഒരു അതൃപ്തിയാണ് JM ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ 4 പാർട്ടികൾ എന്തായാലും വിട്ടുനിൽക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. പക്ഷേ CPIയും അതുപോലെ തന്നെ CPI, ഈ 2 പാർട്ടികൾക്കും വലിയ തോതിൽ ഇന്ത്യ സഖ്യത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നിലപാടിൽ അതൃപ്തിയുണ്ട്. അത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CPM BJP ഡീൽ എന്നുള്ള ഒരു ആരോപണം നടത്തിയതിലും അതിൽ തന്നെ കേന്ദ്ര നേതൃത്വം, CPIയുടെ കേന്ദ്ര നേതൃത്വം കത്തയച്ചടക്കം കോൺഗ്രസിനോട് വിശദീകരണം തേടിയിരുന്നു. നാളെ ഇരു പാർട്ടികളും പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും CPIഎമ്മിൽ നിന്നും ജോൺ ബ്രിട്ടാസും CPIയിൽ നിന്ന് ജനറൽ സെക്രട്ടറി D രാജയുമാണ് പങ്കെടുക്കുന്നത്. ഇരു പാർട്ടികളും ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിനോടുള്ള അതൃപ്തി നേരിട്ട് അറിയിക്കാൻ വേണ്ടിയുള്ള നിലപാടിലേക്കാണ് ഇപ്പോഴെന്തായാലും മുന്നോട്ട് പോയിരിക്കുന്നത്. എന്തായാലും ഈ നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ 23 പാർട്ടികളാണ് നാളെ ഉച്ചയ്ക്ക് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നത്. പക്ഷേ ഈ ഇന്ത്യ സഖ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ്, നിർണായകമാണ് എന്നുള്ള കാര്യം പറയേണ്ടിയിരിക്കുന്നു. നാളെ യോഗത്തിന് ശേഷം ഈ ഇന്ത്യ സഖ്യത്തിനകത്തുള്ള നിലവിലുള്ള പ്രശ്നങ്ങൾ, അത് വീണ്ടും ഒരു മറനീക്കി പുറത്തു വരുമോ, അതല്ല വീണ്ടും ഈ അവരുടെ ഒരുമിച്ചുള്ള നീക്കം, അതായത് ഈ BJP സർക്കാരിനുള്ള നീക്കവുമായി മുന്നോട്ട് പോകാൻ, മറ്റ് മുൻപുള്ള പ്രശ്നങ്ങളെല്ലാം മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. നാളെ കുറച്ചുകൂടി വ്യക്തമാക്കുന്ന കാര്യം മനസ്സിലാക്കാം. കൃഷിക, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.